സ്വന്തം വളർത്തുനായ്ക്ക് വേണ്ടിയിട്ട് താൻ വേണ്ടെന്ന് വെച്ചൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയ ജോൺ വിക്കിൻ്റെ കഥ നമുക്കോർമ്മയുണ്ട്. ആ കഥയിലെ ഒന്നാമത്തെ ഭാഗത്തിന് ശേഷം പിന്നീട് വന്ന ഓരോ പാർട്ടിലും ഇമോഷണൽ റീസണിങ് എന്നതിനപ്പുറം ഫൈറ്റിനും ആക്ഷൻ രംഗങ്ങൾക്കുമായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നിട്ട് പോലും ജോൺ വിക്കിൻ്റെ ഓരോ ഭാഗങ്ങളും വൻ വിജയമാണ് നേടിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ജോൺ വിക്ക് എന്ന സിനിമയിലെ പ്രധാന നായകനായ കിയാനോ റീവ്സിന് പകരം മറ്റൊരു ഇന്ത്യൻ നടനെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ബോളിവുഡിലെ പല പ്രമുഖ നടന്മാരുടെ പേരും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമെങ്കിലും അവരെ കൊണ്ടൊന്നും ജോൺ വിക്ക് എന്ന കഥാപാത്രം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യൻ ജോൺ വിക്ക് എന്ന ലേബലിൽ ആദ്യമായിട്ട് മങ്കി മാൻ എന്ന സിനിമയുടെ ട്രെയിലർ ഞാൻ കാണുന്നത്. സ്ലം ഡോഗ് മില്ലിയനെയർ, ലയൺ തുടങ്ങിയ സിനിമകളിലൂടെ സിനിമാ രംഗത്ത് നല്ലൊരു പേരും പ്രശസ്തിയും നേടിയെടുത്തിട്ടുള്ള ദേവ് പട്ടേൽ എന്ന നടനാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രവും അതുപോലെ തന്നെ ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. ദേവ് പട്ടേൽ നല്ലൊരു നടനാന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മങ്കി മാൻ എന്ന സിനിമയിൽ ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊട്ടും ദഹിച്ചില്ല. ആക്ഷൻ രംഗങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്തൊരു സിനിമയാണ് മങ്കി മാൻ എന്ന് ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ ആ സിനിമയിലെ ദേവ് പട്ടേലിൻ്റെ ക്യാരക്ടർ പക്കാ മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തത്. ഇത്തരത്തിലുള്ള കുറേ മുൻധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ആയിട്ടാണ് ഈ സിനിമ കാണാൻ ഞാൻ പോയത്. പക്ഷേ സിനിമ തുടങ്ങി 15 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ മുൻവിധികളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ദേവ് പട്ടേൽ എന്ന നടനും സംവിധായകനും അങ്ങ് അഴിഞ്ഞാടാൻ തുടങ്ങി. സൈസിലും ലുക്കിലുമൊന്നുമല്ല വർക്കിലാണ് കാര്യം എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ പരിപൂർണ ഉദാഹരണമാണ് ദേവ് പട്ടേൽ ആൻഡ് ഹിസ് ഫിലിം മങ്കി മാൻ. സോ ഞാൻ ഉന്നയിച്ച എൻ്റെ ആദ്യത്തെ സംശയത്തിനുള്ള ഉത്തരം ഇപ്പോൾ തന്നെ പറയാം. ജോൺ വിക്ക് എന്ന സിനിമയുമായിട്ട് ഈ സിനിമയെ ആരെങ്കിലുമൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം കഥയുടെ നിലവാരം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും മങ്കി മാൻ എന്ന സിനിമ ആ ടൈറ്റിൽ അർഹിച്ചിട്ടുണ്ട്. ബ്രൂട്ടലായിട്ടുള്ള വയലൻസും ആക്ഷൻ രംഗങ്ങളുമൊക്കെയുള്ള ഒരു ഇന്ത്യൻ വേർഷൻ ഓഫ് ജോൺ വിക്ക് റിവെഞ്ച് സ്റ്റോറിയാണ് മങ്കി മാൻ. ഇമോഷണലി കാഴ്ചക്കാരെ പിടിച്ചിരുത്താൻ കേൾപ്പുള്ളൊരു കഥയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സിനിമയിലുടനീളമുണ്ട്. ഈ ഫിലിമിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. ഡയറക്റ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയും ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ പലയിടങ്ങളിലായിട്ട് ഉന്നയിക്കുന്ന ചോദ്യം ആർക്കെതിരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകും. ഒരു സംഘടനയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പുറത്തുനിന്ന് അതിനെ വിമർശിക്കുന്നതിനേക്കാളും 10 മടങ്ങ് എഫക്റ്റീവാണ് അവയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ വിമർശിക്കാൻ. ഈ യാഥാർത്ഥ്യം ദേവ് പട്ടേൽ എന്ന നടനും സംവിധായകനും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു വിജയം. മതത്തിനും ജാതിക്കും സെക്ഷുവാലിറ്റിക്കുമെല്ലാം അപ്പുറം നമ്മളൊക്കെ മനുഷ്യരാണെന്നും നമ്മുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടണമെന്നും ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓവറോൾ വളരെ ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മങ്കി മാൻ എന്ന സിനിമ എനിക്ക് തന്നത്. Let me know what you think about this movie in comments.